ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ 8ാം ക്ലാസ്സിൽ എത്തി. 6ലാണ് നമ്മൾ അവസാനമായിട്ട് സ്കൂളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. 7ാം ക്ലാസ്സിൽ തീരെ നമുക്ക് സ്കൂളിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു തുടങ്ങി അല്ലേ. അതും ഒരു ഓൺലൈൻ മാധ്യമം വഴിയാണ്. നമ്മൾ കഴിഞ്ഞ കൊല്ലം അനുഭവിച്ച അതേ ബുദ്ധിമുട്ടുകളൊക്കെ കുറച്ചുകൂടി കൂടിയും കുറഞ്ഞും അളവിലൊക്കെ നമ്മൾ ആ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിട്ടിപ്പോൾ സ്കൂളിലെ പഠനം ഒരു വഴിയിൽ ഓൺലൈൻ വഴി നടക്കുന്നുണ്ട്. അതുപോലെ മറ്റ് കാര്യങ്ങൾ, കലോത്സവങ്ങളായാലും ഓൺലൈൻ വഴി നടക്കുന്നുണ്ട്. അതുപോലെ സ്കൂളിലെ വിവിധ ദിനങ്ങൾ, പ്രവൃത്തി പരിപാടികൾ ഒക്കെ ഓൺലൈൻ വഴി നടക്കുന്നുണ്ട്. ഇതൊന്നും 100% നമുക്ക് സംതൃപ്തി ആവുന്നില്ലെങ്കിൽ പോലും ഇതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് തീരെ നടക്കാത്ത, നമ്മുടെ മനസ്സിൽ വളരെയധികം ആഗ്രഹമുള്ളൊരു കാര്യം നമുക്ക് തീരെ നടക്കുന്നില്ല. അപ്പോൾ അത് നിങ്ങൾക്കായാലും ഞങ്ങൾക്കായാലും അധ്യാപകർക്കായാലും ഒക്കെ അതേ പ്രശ്നമുണ്ട്. ആലോചിച്ച് നോക്കിയിട്ട് എന്തായിരുന്നു ആ പ്രശ്നം എന്നുള്ളത്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു കാര്യമാണ് സുഹൃത്ത് ബന്ധങ്ങൾ അല്ലേ. നല്ല കൂട്ടുകാരെ, നല്ല നല്ല കൂട്ടുകെട്ടിലൂടെ നല്ല നല്ല അനുഭവങ്ങൾ, ഇതൊക്കെ നമുക്ക് കിട്ടും. പ്രത്യേകിച്ച് ഏതൊരാളുടെയും വളർച്ചയിൽ ഏറ്റവും അധികം പ്രാധാന്യം വഹിക്കുന്ന ഒന്നാണ് നല്ല കൂട്ടുകാർ എന്നുള്ളത്. അപ്പൊ നല്ല സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റുന്ന നല്ല സുഹൃത്തുക്കൾ ഉണ്ടാക്കുക എന്നുള്ളത് വലിയൊരു ഗുണം തന്നെയാണ്. അത് ഈ ഒരു ഓൺലൈനിലൂടെ സാധ്യമാവില്ല. അപ്പോഴാണ് നമ്മൾ ഈ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ചാറ്റ് ചെയ്ത്, ട്വിറ്ററിലൊക്കെ ചാറ്റ് ചെയ്ത്, ഇൻസ്റ്റാഗ്രാമൊക്കെ ഉപയോഗിച്ച് വേണ്ടാത്തടത്തേക്കൊക്കെ നമ്മൾ പോകുന്നത് അല്ലെ. നമ്മുടെ നല്ല സുഹൃത്തുക്കളെ നമുക്ക് നേരിട്ട് കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നമാണത്. അങ്ങനെ നമുക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയത് നല്ല സുഹൃത്ത് ബന്ധങ്ങളില്ല ഈ സമയത്ത്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇപ്പം 8ാം ക്ലാസ്സിൽ പുതിയ കുട്ടികൾ വന്നിട്ടുണ്ടാവും. 7ാം ക്ലാസ് വരെ ഉണ്ടായിരുന്ന സ്കൂൾ മാറി 8ലേക്ക് പുതിയ ആളുകൾ വന്നിട്ടുണ്ട്. അവർക്ക് അവരുടെ ക്ലാസ്സിലുള്ള കുട്ടികളെ അറിയില്ല അല്ലെ. ഓൺലൈനിൽ ഇങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിൽ പേരുകൾ കാണാമെന്നല്ലാതെ, പേരുകൾ നമ്മൾ സേവ് ചെയ്യുമ്പോൾ ടീച്ചർ വിളിക്കുന്ന പേരുകൾ കാണാമെന്നുള്ളതല്ലാതെ ആരൊക്കെ ഉണ്ട് നമ്മുടെ ക്ലാസ്സിൽ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവരുടെ കാര്യങ്ങൾ, ഇതൊന്നും നമുക്കറിയില്ല. നമ്മൾ യാന്ത്രികമായി ക്ലാസ്സുകൾ കാണുന്നു, പോകുന്നു. അപ്പൊ സുഹൃത്ത് ബന്ധത്തിന് വലിയൊരു പങ്ക് നമ്മുടെ ജീവിതത്തിൽ വഹിക്കാനുണ്ട്. അത് ഇന്നൊന്നിലേ അല്ല കേട്ടോ. ഇന്നിപ്പോ നമ്മുടെ ക്ലാസ്സുകളൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ ഓൺലൈനിൽ വീട്ടിലിരുന്നാൽ മതി അല്ലെ. അധ്യാപകര് പല മാധ്യമങ്ങളിലൂടെ, ഇപ്പൊ ഞാനാണ് യൂട്യൂബ് വഴി നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്, ടീച്ച്മിന്റ് വഴി വരുന്നുണ്ട്, ഗൂഗിൾ മീറ്റ്, വാട്സപ്പ്, ടെലിഗ്രാം, അങ്ങനെ പല മാധ്യമങ്ങൾ വഴി പേരൻസിന്റെ അടുത്തേക്കും കുട്ടികളുടെ അടുത്തേക്കും ഞങ്ങൾ അധ്യാപകർ എത്തുന്നുണ്ട്. പണ്ട് നമ്മുടെ സ്കൂളിൽ എങ്ങനെയായിരുന്നു, നമ്മുടെ കുട്ടികൾ, നമ്മളൊക്കെ എങ്ങനെയായിരുന്നു, വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് വരുന്നു, കുറെ കുട്ടികൾ ഒരു സ്കൂളിൽ വന്നിരിക്കുന്നു, ആ സ്കൂളിൽ പരസ്പരം സൗഹൃദം പങ്കുവയ്ക്കുന്നു, ക്ലാസ് മുറികളിൽ സൗഹൃദം പങ്കുവയ്ക്കുന്നു. ഒരേ സാധാരണ ഒരേ പ്രായമുള്ള കുട്ടികളൊക്കെ ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുന്നു, സൗഹൃദങ്ങൾ പങ്കുവയ്ക്കുന്നു, പഠനം നടക്കുന്നു അല്ലെ. അങ്ങനെ നമുക്ക് പ്രൊമോഷൻ കിട്ടി, അടുത്ത ക്ലാസ്സിലേക്ക് എത്തുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു സിസ്റ്റം. അതിനൊക്കെ മുന്നേ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന രീതിക്ക് അപ്പുറമുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോഴും ഒരു സ്കൂൾ എന്ന് പറയുന്ന രീതി അല്ലെങ്കിൽ പോലും കുട്ടികൾ ഗുരുവിന്റെ അടുത്ത്, ആരാണോ വിദ്യ പറഞ്ഞു തരുന്നത് ആ ഗുരുവിന്റെ അടുത്ത് പോയിരുന്ന് പഠിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നത്. നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും പഴയ പുസ്തകങ്ങളിലും ഒക്കെ ഇത്തരം കഥകളും ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. ഗുരുകുല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സോഷ്യലിലൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പഠിക്കും, വരും ക്ലാസ്സുകളിലൊക്കെ പഠിക്കും. ഗുരുകുല വിദ്യാഭ്യാസം, ഗുരുവിന്റെ വീട്ടിൽ പോയി നിന്നാണ് പഠനം. അപ്പൊ എന്താ ഗുണം എന്ന് വെച്ചാല് പഠിക്കുക എന്ന് മാത്രമല്ല, ഇപ്പോ ഒരു സ്കൂൾ വിദ്യാഭ്യാസം പോലുള്ള പഠനം മാത്രമല്ല അതുകൊണ്ട് നടക്കുന്നത്. കാര്യങ്ങൾ അറിയുക മാത്രമല്ല, അനുഭവിക്കുകയാണ്. ഇപ്പൊ അവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ബാലവേല എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് നിയമങ്ങളുണ്ട് അല്ലെ. അന്നൊക്കെ ഈ പറഞ്ഞ പോലെ ഗുരുവിന്റെ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ ഗുരുവിന്റെ വീട്ടിലേക്ക് ആവശ്യമായ, അവിടെ തന്നെയാണ് ഭക്ഷണം, അവിടെ തന്നെയാണ് കുളി, അവിടെ തന്നെയാണ് താമസം, എല്ലാ കാര്യങ്ങളും അവിടെ തന്നെയാണ്. അപ്പൊ ഗുരുവിനും ഗുരുവിന്റെ പത്നിക്കും ഒക്കെ ഉള്ള വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ, അവരുടെ വീട്ടിൽ വലിയ കുറെ ആളുകളൊന്നും ഉണ്ടാവില്ല. അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകളും അല്ലെങ്കിൽ ഭാര്യയും മക്കളും തന്നെ ഉണ്ടാവുള്ളൂ ഈ ഗുരുവിന്റെ. അപ്പൊ അവരുടെ കൂടെ തന്നെയാണ് താമസം. അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. സുഹൃത്തുക്കളുമായിട്ടുള്ള എങ്ങനെയൊക്കെ ജീവിക്കാം, എങ്ങനെയൊക്കെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാം അല്ലെ. ഇപ്പൊ ഒരു ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് എനിക്ക് എന്ന് പറഞ്ഞ് സ്വാർത്ഥയോടെ മേടിച്ചു വെക്കാനൊന്നും പറ്റില്ല. എല്ലാവർക്കും ഈക്വൽ ആയിട്ട് അത് തരുന്നുണ്ടാവും ഗുരു.
അപ്പൊ ആ ഗുരുവിന്റെ കീഴിൽ നിന്ന് എങ്ങനെ എന്തെല്ലാം പഠിക്കാം എന്നുള്ള രീതിയിലായിരുന്നു കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ പോലെ ഗുരുവിന്റെ വീട്ടിലേക്ക് ഇപ്പൊ ഭക്ഷണം, ഇപ്പൊ നമ്മള് ഇപ്പോഴൊക്കെ എന്തായാലും അരി മേടിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക അല്ലെ. വീട്ടിൽ അച്ഛനോ അമ്മ ആരാച്ചിങ് അരി വാങ്ങിച്ചു കൊണ്ടുവരും. അമ്മ അച്ഛനും ആരാന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കാൻ പാകം ചെയ്ത് തരും, നമ്മൾ ചെന്നിരുന്ന് കഴിക്കും. പണ്ട് ഗുരുകുല വിദ്യാഭ്യാസം അത് പോരായിരുന്നു. ഭക്ഷണം ഉണ്ടാക്കാൻ ഉള്ള അരി, അതുപോലെ വിറക്, പച്ചക്കറികളൊക്കെ ഈ കുട്ടികൾ തന്നെ വേണം സംഘടിപ്പിക്കാൻ. അതൊക്കെ ഒരു പഠനത്തിന്റെ ഭാഗം തന്നെയായിരുന്നു. എങ്ങനെ വിറക് ഉണ്ടാക്കാം, നമുക്കറിയോ എങ്ങനെയാണ് വിറക് ഉണ്ടാക്കുന്നത്? വിറക് തന്നെ നമുക്ക് വലിയ ധാരണ ഇല്ല, നമ്മൾ ഗ്യാസ് ആണ് അല്ലെങ്കിൽ മണ്ണെണ്ണയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല അല്ലെ. പണ്ട് എങ്ങനെ വിറക് ഉണ്ടാക്കാം, മരക്കമ്പുകളിൽ നിന്ന് മരങ്ങളിൽ നിന്ന് എങ്ങനെ വിറക് വെട്ടിയെടുക്കാം എന്നുള്ളതൊക്കെ കുട്ടി പഠിക്കുകയാണ്. അപ്പൊ രണ്ടാൾ കൂടെ ഒപ്പം പോയിട്ട് കാട്ടിൽ നിന്ന് വിറകുകൾ പെറുക്കിക്കൊണ്ടിരുന്നു. വേറെ രണ്ടാൾക്കാർ പോയിട്ട് ഭക്ഷണത്തിലുള്ള സാധനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരുന്നു. നെല്ല് അരിയൊക്കെ മറ്റു വീടുകളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്നു. അപ്പൊ അതൊക്കെ പഠനത്തിന്റെ ഭാഗമാണ്. അതെല്ലാം പഠനമായിരുന്നു. എവിടുന്നാണ് ഇത് കിട്ടുക, എങ്ങനെയാണ് ഇത് കിട്ടുക, ഉണങ്ങിയ വിറക് എവിടുന്നാണ് എന്നുള്ള ചിന്തകളൊക്കെ പഠനത്തിന്റെ ഭാഗമായിരുന്നു. ഇതൊക്കെ പഠിപ്പിക്കേണ്ട കൂട്ടത്തിൽ വരുന്ന കാര്യങ്ങളായിരുന്നു. അപ്പൊ ഇതൊക്കെ പഠനങ്ങളാണ്. അപ്പൊ നമ്മള് 8ാം ക്ലാസ്സിൽ സാന്ദ്ര സൗഹൃദം എന്നൊരു പാഠം നമുക്കുണ്ട്. സാന്ദ്ര സൗഹൃദം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, സാന്ദ്രമായ സൗഹൃദമാണ്, നല്ല സൗഹൃദം അല്ലെ. ആ സൗഹൃദം നിങ്ങളുടെ വീട്ടിലെ അമ്മയോടും അച്ഛനോടൊക്കെ ചോദിക്കുക. അവരൊക്കെ സ്കൂൾ ഇപ്പോൾ ഓൺലൈൻ കാലമായ കാരണം ഈ ക്ലാസ് അവരെയും കൂടി അടുത്തിരുന്ന് കാണാൻ പറ്റുമ്പോൾ സുഖമായിട്ട് അവരോട് ചോദിക്കുക. അച്ഛനോട് അമ്മോടോ അല്ലെങ്കിൽ ഉപ്പോടും ഉമ്മോടൊക്കെ ചോദിക്കുക. അവരുടെ പണ്ട് പഠിച്ചിരുന്ന കാലത്ത് അവർക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? മലയാളം ക്ലാസ്സോ ഹിന്ദി ക്ലാസ്സോ അറബി ക്ലാസ്സോ അല്ലെങ്കിൽ മറ്റ് സയൻസ് ക്ലാസ്സുകളൊന്നും ആവില്ല. നല്ല സുഹൃത്ത് ബന്ധങ്ങളായിരിക്കും. അവരന്നുണ്ടാക്കിയിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങളാണ്. അവരുമായി ഉണ്ടായിരുന്ന ചെറിയ ചെറിയ കലഹങ്ങളും ചെറിയ തല്ലൂട്ടങ്ങളും കൊച്ചു കൊച്ചു തമാശകളും ഒക്കെയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ ഉണ്ടാവുന്ന കാലം. അതിപ്പോഴും അവർ ഓർക്കുന്നുണ്ടാവും. അല്ലാണ്ട് 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ വേണ്ടി പഠിച്ച കാര്യങ്ങളൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അതൊക്കെ ഒരു കാലം കഴിഞ്ഞാൽ മറന്നു പോകും. പിന്നെ അടുത്ത് പഠിക്കുമ്പോൾ അതിങ്ങനെ മറന്നു പോകും. പക്ഷെ പണ്ടുണ്ടാക്കിയ സുഹൃത്ത് ബന്ധങ്ങൾ നിങ്ങൾ ഇപ്പോൾ നമ്മുടെ സ്കൂളിലൊക്കെ പത്രങ്ങളിലും മറ്റേ ഇതൊക്കെ കാണാറുണ്ടാവും. അലുമിനി സ്റ്റുഡൻസ് നമ്മുടെ സ്കൂളിൽ തന്നെ ഉണ്ട്. ഓരോ മറ്റേ വാതിലുകൾ വെച്ചതും ചുമര് മറ്റേ കെട്ടിടങ്ങൾ പണിയുന്നതൊക്കെ അലുമിനി സ്റ്റുഡൻസിന്റെ, അലുമിനി വെച്ചാൽ പൂർവ്വ വിദ്യാർത്ഥികൾ. അവര് കൂട്ടമായി വന്ന് അവരുടെ ആ സ്കൂളിനോടുള്ള അടുപ്പം അല്ലെ. അപ്പൊ പണ്ട് പഠിച്ചു പോയിരുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ ഓർമ്മകൾ ഉണ്ടാകുന്ന ആ സ്ഥാപനവും അവിടുത്തെ ഉണ്ടായിരുന്ന സുഹൃത്ത് ബന്ധങ്ങളും അധ്യാപകരായിട്ടുള്ള ബന്ധമൊക്കെയാണ്. അപ്പൊ ഇവിടെ നമ്മുടെ ഈ പാഠഭാഗത്തിൽ പറയുന്നതും അത്തരത്തിലുള്ള സൗഹൃദത്തെ കുറിച്ചിട്ടാണ്. സൗഹൃദം എന്ന് പറഞ്ഞാല് പണ്ടുണ്ടായിരുന്ന സൗഹൃദം, പണ്ട് ഗുരുകുലത്തിൽ ഒപ്പം പഠിച്ചിരുന്ന കൃഷ്ണനും കുചേലനും കൂടി ഒപ്പം കണ്ടിട്ടുള്ള ഒരു കാലം. അപ്പൊ ഒപ്പം കാണുമ്പോൾ അവര് പഴയ കാലത്തെ കുറിച്ച് ഓർക്കുകയാണ്. കുചേലൻ ചോദിക്കുകയാണ് കൃഷ്ണന്റെ അടുത്ത്, നിനക്ക് ഇതൊക്കെ ഓർമ്മയുണ്ടോ? പണ്ട് ഇങ്ങനെ നമ്മള് ഒപ്പം ഉണ്ടായിരുന്ന കാലഘട്ടമൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നതാണ് സാന്ദ്ര സൗഹൃദം എന്ന കൃതി. നമ്മൾ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിക്കാൻ പറയാറുണ്ട് അല്ലെ. പുസ്തകം വായിക്കുമ്പോൾ എന്താ, നല്ല പുസ്തകം വായിച്ചാൽ നല്ല സുഹൃത്തുക്കൾക്ക് സമാനം പറയാം. അപ്പൊ നല്ല സുഹൃത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനൊന്നല്ലെങ്കിലും നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കാനും ഒക്കെ നല്ല സുഹൃത്തുക്കൾ ജീവിതത്തിൽ ഉണ്ടാവണം. അങ്ങനെ നല്ല സുഹൃത്തുക്കളുടെ കാര്യങ്ങൾ പറയുന്ന ഒരു പാഠഭാഗമാണ് പദ്യമാണ് സാന്ദ്ര സൗഹൃദം എന്ന് പറയുന്നത്. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വഞ്ചിപ്പാട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും. വഞ്ചിപ്പാട്ടിന്റെ ഈണത്തിലാണ് ആ കവിത ചൊല്ലേണ്ടത്. അപ്പൊ നമുക്ക് ആ കവിത ഒന്ന് കേൾക്കാം. അപ്പൊ നിങ്ങൾ പാഠപുസ്തകം എടുത്ത് ഇതിന്റെ ഒപ്പം കവിത ചൊല്ലുന്നുണ്ട്, അതൊന്ന് കേൾക്കണം. ഓക്കെ. അപ്പൊ ഇനി കവിത ടെക്സ്റ്റ് ബുക്ക് നോക്കുക, അല്ലെങ്കിൽ മൊബൈൽ സ്ക്രീനിൽ നോക്കിയാലും മതി. അതിൽ കവിതയുടെ ഭാഗങ്ങൾ കാണാം. ഒപ്പം നിങ്ങളും ഒന്ന് കേട്ട് ചൊല്ലാം. സാന്ദീപനി ഗൃഹേ പണ്ടു സാഹസാൽ കഴിഞ്ഞതും നാം സാദരം വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും സാന്ദ്ര സൗഹൃദ സംബന്ധം നമ്മിലുണ്ടായതും സഖേ സാരനായ ഭാവാനൊന്നും മറന്നില്ലല്ലീ. ഗുരുപത്നി നിയോഗേന കഥാചന നാമെല്ലാരും ഒരുമിച്ചു വിറകില്ലാഞ്ഞിട്ടു പോയതും പേരുങ്കാട്ടിൽ പുക്കിന്ധനമോടിച്ചു കെട്ടിവച്ചതും
അരുണനസ്തമിച്ചതും മറന്നില്ലല്ലീ. കൂരിരുട്ടുമാകസ്മികമായൊരു മഹാമഴയും കൂടി വന്നു കൊടുങ്കാറ്റും കൂടിയിട്ടസ്മാകം. മോഹമേറെ വളർത്തതും മൂഷപ്പോളം തകർത്തതും ഊഹിച്ചടുത്തു നാം എല്ലാം ഒരുമിച്ചതും. പാർത്തിരിയാതെ പറന്നു പോമിക്കാറ്റത്തെന്നുൾക്കാമ്പിലോർത്തൊരു തുരപ്പിനുള്ളിലൊളിച്ചന്യോന്യം. കോർത്തു കൈകൾ പിടിച്ചതും പിന്നെ പേടി തീരും വണ്ണം മാർത്താണ്ഡനു മോദിച്ചതും മറന്നില്ലല്ലീ. താപസനന്ദിക്കു നമ്മെ കാണാഞ്ഞിട്ടു പത്നിയോടു കോപിച്ചതും പുലർക്കാലെ തിരഞ്ഞു കാൺമാൻ. താപം പൂണ്ടു താനേ പുറപ്പെട്ട നേരം കുളിർന്നു നാം പേടിച്ചു വിറകും കൊണ്ടരികിൽ ചെന്നതും. ചെമ്മേ വീണു നമസ്കരിച്ചതും മഹാമുനി മോദാൽ നമ്മെ എല്ലാം അനുഗ്രഹിച്ചതും തോന്നുന്നു. നന്മ നമുക്കതേയുള്ളൂ ഗുരു കടാക്ഷം കൂടാതെ ജന്മസാഫല്യം വരുമോ ജനിച്ചാലാർക്കും. അപ്പൊ നിങ്ങൾ ആ കവിത കേട്ടു അല്ലെ? നല്ല ഈണത്തിൽ ചൊല്ലിയിട്ടുണ്ടായിരുന്നു. ആ കവിത നിങ്ങൾ കേട്ടു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ കവിത നല്ല ഈണത്തിൽ ചൊല്ലുക. മറ്റ് ഈണങ്ങളും ഉപയോഗിക്കാം. ഇതേപോലെ തന്നെ ചൊല്ലണമെന്നൊന്നുമില്ല. ഇത് 5 പാട്ടിന്റെ ഈണമാണ്. അതിനെ പോലെ തന്നെ ചൊല്ലണമെന്നൊരു നിർബന്ധവുമില്ല. നിങ്ങൾ നിങ്ങളുടേതായ ഈണം കണ്ടെത്തുക. ഈ ഈണത്തിൽ എന്തായാലും ചൊല്ലണം. അതിന് പുറമെ നിങ്ങളുടേതായ ഈണങ്ങൾ കണ്ടെത്തുക, അത് ഒന്ന് ചൊല്ലുക. ഓക്കെ. പിന്നെ അതിന്റെ കൂടെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം, ഒരു പ്രവർത്തനം എന്നൊന്നും പറയുന്നില്ല, എന്നാലും ഒരു പ്രവർത്തനം ചെയ്യേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾക്കുണ്ടായിരുന്ന സൗഹൃദത്തെ പറ്റി നോട്ട് പുസ്തകത്തിൽ എഴുതുക. ഉണ്ടായിരുന്ന എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇല്ലാത്തത് എന്നല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇപ്പോഴും ആ സൗഹൃദം ഉണ്ടാവാം. നിങ്ങൾക്ക് ഉള്ള നല്ലൊരു സുഹൃത്തിനെ പറ്റി എഴുതുക. ആ സുഹൃത്ത് ആരാന്ന് പറയണമെന്നൊന്നുമില്ല, അല്ലെങ്കിൽ ആ സുഹൃത്ത് എവിടെ ഉള്ളതെന്ന് പറയണമെന്നൊന്നുമില്ല. പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ പുസ്തകത്തിൽ അതുണ്ടാവണം. ഓക്കെ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിന്റെ വരികളിലൂടെയും അതിന്റെ അർത്ഥത്തിലൂടെയൊക്കെ കടന്നു പോകാം. കൂടുതൽ പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകാം. അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.